കൊച്ചിയിൽ നിന്ന് വെറും 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് ഭൂമിയിലെ പാരഡൈസ് ആയിട്ടുള്ള ലക്ഷദ്വീപിലേക്ക് പോകാൻ ഇനി PCCയോ അതുപോലെ തന്നെ സ്പോൺസറോ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ വെറും 2800 രൂപയ്ക്ക് നമുക്ക് അവിടെ എത്തിച്ചേരാനും പറ്റും. അതായത് 1967 മുതൽ ലക്ഷദ്വീപിലുള്ള വലിയൊരു നിയമമാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോണ ഒരാൾക്ക് നമ്മൾ ആകെ ട്രിപ്പ് പോണ പോലെ തന്നെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റും അതുപോലെ തന്നെ ഒരു അക്കോമഡേഷൻ്റെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇങ്ങനെ ഇപ്പോൾ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ ടൂറിസ്റ്റ് എൻട്രി പെർമിറ്റ് റൂൾസിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ഇനി ലക്ഷദ്വീപ് പോകാനായിട്ട് ലോക്കൽ സ്പോൺസർ ആവശ്യമില്ല. ഈ ഒരു സ്പോൺസർഷിപ്പ് കിട്ടാനും അതുപോലെ തന്നെ സ്പോൺസറിനൊക്കെ ആയിട്ട് ഒരുപാട് ക്യാഷ് നമ്മൾ കൊടുക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ നമുക്കത് ആവശ്യമില്ല. അതുപോലെ തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതായത് PCC ഇനി ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു പെർമിറ്റ് പ്രോസസ്സൊക്കെ ഇപ്പോൾ വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ഫാസ്റ്ററായിട്ടും നടക്കും. അതായത് നമുക്ക് തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വിത്തിൻ 2 വീക്സ് കൊണ്ട് തന്നെ നമുക്ക് ഈ പെർമിറ്റ് കിട്ടും. അതുപോലെ തന്നെ സെക്യൂരിറ്റി വെരിഫിക്കേഷൻ ലക്ഷദ്വീപ് പോലീസ് ഇൻറ്റേർണലി ഹാൻഡിൽ ചെയ്യും. ട്രാവലേഴ്സിന് ഇനി നേരിട്ട് തന്നെ പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. സോ നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഈ ഒരു ലക്ഷദ്വീപ് അഗത്തി എയർപോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5000 സംതിങ് രൂപയാണ് ചിലവ് വരുന്നത്. പക്ഷേ നമ്മൾ ഗോവ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ വെറും 2800 രൂപ മാത്രമേ ഉള്ളൂ ഫ്ലൈറ്റ് ടിക്കറ്റിന് വരുന്നുള്ളൂ. സോ ഇങ്ങനെ ചീപ്പ് റേറ്റിന് പോകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോവയിൽ പോയിട്ട് പിന്നെ അവിടുന്ന് പോകാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ ലക്ഷദ്വീപിൽ എത്തിയിട്ട് അവിടുത്തെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത ശേഷം നിങ്ങൾ അവിടെ ഒരു പെർമിറ്റ് കാണിക്കേണ്ട ആവശ്യമുണ്ട്. സോ ഈ ഒരു പെർമിറ്റ് എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ആദ്യം ലക്ഷദ്വീപ് പെർമിറ്റ് എന്ന് അടിക്കുക. ഓക്കെ, എന്നിട്ട് അവിടെ ഫസ്റ്റ് വരുന്ന ലിങ്ക് കയറുക, ഈ പെർമിറ്റ് ലക്ഷദ്വീപ് എന്നുള്ളതിൽ കയറുക. പിന്നെ നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്യുക. ഓക്കെ, അതായത് സൈനപ്പ് ചെയ്യുമ്പോൾ നമ്മൾ രജിസ്ട്രേഷനാണ്. നമ്മളുടെ പേര്, ഇമെയിൽ, മൊബൈൽ നമ്പർ, OTP, പാസ്വേഡ്, റീപാസ്വേഡ് അടിക്കുക. പിന്നെ ആ ഒരു ക്യാപ്ച അതൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം എന്നിട്ട് ഇത് ഫില്ല് ചെയ്യുക. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഹോം പേജ് വരുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ മേലെ പെർമിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അപ്ലൈ ഫോർ ന്യൂ പെർമിറ്റ് എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. സോ ആദ്യം നമ്മളുടെ പർപ്പസ് ഓഫ് വിസിറ്റ് ഉണ്ട്, അത് നമ്മൾ മാറ്റിയിട്ട് ടൂറിസ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, സോ അപ്പോൾ എത്ര മുതൽ എത്ര വരെ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അത് അടിച്ചു കൊടുക്കുക, ഫ്രം ടു എന്ന് അടിച്ചു കൊടുക്കുക. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ സെലക്ട് ഐലാൻഡ്, ഇവിടെ കുറേ ഐലാൻഡ്സ് ഉണ്ട്, ഏതാണ് അഗത്തി എന്നുള്ളത് കൊടുക്കുക. നമുക്ക് നെക്സ്റ്റ് അടിക്കാം. സോ പിന്നെ ഇവിടെ നമ്മളുടെ നെയിം ഓഫ് ദ അപ്ലിക്കൻറ്റ്, അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് അതൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കോൺടാക്റ്റ്, പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ ഒരു ഡോക്യുമെൻറ്റ്, അതായത് ആധാർ കാർഡും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആ ചൂസ് ഫയൽ എന്നുള്ളതിൽ പോയി അപ്ലോഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് അടിക്കുക. 250 രൂപ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യണം. ആ ഒരു പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യുക. ദെൻ നമ്മളൊരു 2 വീക്സിന് ശേഷം, 2 ആഴ്ചൻ്റെ ഉള്ളിന് ശേഷം നമ്മളിതിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പെർമിറ്റ് ഓക്കെ ആയിട്ടുണ്ടാവും. നമുക്ക് ആ പെർമിറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും നമ്മൾ ചെയ്യാനുള്ളൂ. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ പെർമിറ്റിന് നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. സോ ഇങ്ങനെ 2 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പെർമിറ്റ് നേടിയെടുക്കാനും പറ്റും. ഓക്കെ, ഈ ഒരു ലക്ഷദ്വീപിൽ എത്തിയ ശേഷം നമുക്ക് അവിടെ അക്കോമഡേഷൻ ചെയ്ത് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഈ ഒരു സൈറ്റ് സീയിങ് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് കമ്പനികൾ, ഒരുപാട് ട്രാവൽ പാക്കേജ് കൊടുക്കുന്ന കമ്പനികളൊക്കെ ലക്ഷദ്വീപിൽ തന്നെ ഉണ്ട്. സോ നിങ്ങൾ പോണ മുമ്പ് തന്നെ ഇവിടെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് നെറ്റ് വഴി പോകുമ്പോൾ തന്നെ ഒരുപാടെണ്ണം അങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ ലക്ഷദ്വീപിലേക്ക് പോകാൻ ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അത് വളരെ കുറഞ്ഞ റേറ്റിന് പോകണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു മാർഗ്ഗം ചെയ്യാൻ പറ്റും. മുമ്പ് ലക്ഷദ്വീപ് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലോക്കൽ സ്പോൺസറെ കണ്ടെത്തണം, അതുപോലെ തന്നെ ഈ ഒരു PCC അപ്ലോഡ് ചെയ്യണം, ഇങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു പുതിയ റൂൾസ് വന്നതോടെ തന്നെ ഈ ഒരു ട്രാവൽ പ്ലാനിങ് വളരെ ഈസി ആയി മാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഐലാൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് ഇനി കൂടുതൽ ആളുകൾക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷ്യാം, and this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.